മുമ്പൊക്കെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അമ്മ എപ്പോഴും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്നാക്കാണ് അരിയുണ്ട. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്നാക്കുമായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞ് പുറത്തു പോയതിന് ശേഷം പിന്നെ അത് കഴിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇന്ന് വീട്ടിലെ എല്ലാ സാധനങ്ങളും അതിനുള്ളത് ഒത്തു വന്നപ്പോൾ ഞാൻ അത് അങ്ങോട്ട് ഉണ്ടാക്കി. നല്ല പാലക്കാടൻ മട്ട ഉണ്ടായിരുന്നു, നല്ല ശർക്കര ഉണ്ടായിരുന്നു, പിന്നെ തേങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു 3 സാധനങ്ങൾ മാത്രമേ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് വേണ്ടുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ രുചി ഇപ്പോഴും വായിലുള്ളത് കൊണ്ടാണ് ഞാൻ ഈ സംഭവം എപ്പോഴും ഉണ്ടാക്കിയത്. അപ്പം നമ്മുടെ അരി നന്നായിട്ട് വറുത്ത് പൊടിക്കുക. അതിൻ്റെ കൂടെ ഒരു ഏലക്കായും കൂടി ചേർത്ത് ചിരവി വെച്ചിട്ടുള്ള തേങ്ങയും മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കര തന്നെ വേണം കേട്ടോ, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് അതും ജസ്റ്റ് ഒന്ന് പൊടിച്ച് നമുക്കതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കൈ വെച്ച് നന്നായിട്ട് അങ്ങോട്ട് കുഴയ്ക്കുക. ആ ശർക്കരയിൽ നിന്നുള്ള ആ ഒരു വെള്ളത്തിൻ്റെ ആ കണ്ടൻ്റൊക്കെ വന്ന് നമ്മുടെ ആ ഒരു ലഡു കുഴക്കില്ലേ, അതിൻ്റെ ഒരു പരിവായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് ഉരുട്ടി നമുക്ക് ഇതുപോലെ ഇങ്ങനെ ബോളാക്കിയിട്ട് എടുക്കാം. ഇവിടെ നിച്ചുട്ടനും നെവിക്കുട്ടനൊന്നും ഇതെന്താ സംഭവം തന്നെ അറിയില്ല കേട്ടോ. അപ്പോൾ അവർക്കും ആദ്യമായിട്ടാണ് ഞാനിത് ഉണ്ടാക്കി കൊടുക്കുന്നത്. അവരും ഇതിൻ്റെ രുചി ആദ്യമായിട്ടാണ് അറിയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഈ ഒരു അരിയുണ്ട കഴിക്കാനായിട്ട്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു അരിയുണ്ട കഴിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മ ഉണ്ടാക്കുന്ന അതേ രുചിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അമ്മ ഉണ്ടാക്കുന്ന ഏത് റെസിപ്പിയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിച്ചുട്ടനും നിവിക്കുട്ടനൊക്കെ നല്ല ഇഷ്ടമായി, എനിക്കും നല്ല ഇഷ്ടമായി. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ടാറ്റാ.